ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമുക്കൊരു ബോക്സ് കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്സിൽ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ 100 രൂപക്ക് 120 രൂപക്കൊക്കെ സെയിലാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന തന്നെയാണ്. അധികം പണിയൊന്നുമില്ല. ഒരു സൂചി നൂലും മതി. നമ്മളെ ജ്വല്ലറി ഐറ്റംസ് ഉണ്ടാക്കുന്ന സൂചി നൂലും മാത്രം മതി, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കണ്ട, ലൈക്ക് അടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാക്കണേ, നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൂലിൽ നമ്മൾ ഗമ്മ് തേച്ച് ഇതാക്കുന്നതാണ്. അതൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല കേട്ടോ വീഡിയോയിൽ, കാരണം അതല്ല കുറേ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് കരുതിയിട്ടാണ്, വീഡിയോ ലെങ്തായി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് കാണിച്ചു തന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ ജം റിങ്സ് എടുത്തിട്ടുണ്ട്. അതിൽ 2-3 കെട്ടിട്ട് കൊടുക്കുക. അവസാനത്തിൽ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഗമ്മ് വെച്ചിട്ട് അപ്ലൈ ചെയ്തെടുത്തിട്ട് വീണ്ടും ആ നൂല്, ബാക്കി ബാലൻസ് വരുന്ന നൂലുണ്ടാവുമല്ലോ, അത് ഗമ്മിൽ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ സെയിം മെത്തേഡ് തന്നെ നമ്മളിപ്പോൾ ഇവിടെ 3 ഹോൾ കുന്തൻ സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 ഹോൾ കുന്തൻ സ്റ്റോൺ നമ്മൾ ജോക്കർ ടൈപ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ. അപ്പോൾ ആ ബോക്സ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ഒരു സെറ്റ് നമ്മൾ ജോക്കർ ടൈപ്പ് ഉണ്ടാക്കി. പിന്നെ ഈ സെറ്റ് നമ്മൾ 2 ടൈപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ബ്ലാക്ക് വൈറ്റും റെഡ് ആൻഡ് വൈറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതായത് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി പറയണേ, കാരണം നമ്മൾ ഒന്ന് കാണിക്കുന്നുള്ളൂ. വീഡിയോയുടെ അവസാനം 2 മോഡലും നിങ്ങൾക്ക് ഫോട്ടോസ് കാണിക്കുന്നുണ്ട്, വീഡിയോസ് കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതേപോലെ നമുക്കിതാണ് 3 ഹോൾ വരുന്ന 3 ഹോൾ വരുന്ന ഇതെല്ലാം ചെയ്ത് നമുക്ക് 2 ഹോളിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. 2 ഹോളിലും ചെയ്തെടുക്കാം. പക്ഷേ 2 ഹോളിൽ നമ്മൾ ഈ ഫസ്റ്റ് ലെയറിലാണ് നമ്മളെല്ലാം കൊടുക്കുന്നത്. ഫസ്റ്റ് മുകളിലത്തെ ഹോൾ കൂടിയാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇത് നൂലിൽ ചെയ്യുമ്പോൾ പൊട്ടി പോകില്ല എന്നുള്ളത്. ഇല്ല, അങ്ങനെ പൊട്ടില്ല. കാരണം ഇത് ജ്വല്ലറി ഐറ്റംസ് ഉണ്ടാക്കുന്ന നൂലാണ്. പിന്നെ ഇത് നമ്മൾ ഗമ്മ് തേച്ചിട്ടുണ്ട്, പശ തേച്ചിട്ടുണ്ട്. നമ്മൾ സാധാ സ്റ്റിച്ചിങ് നൂലെടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സാധാ സ്റ്റിച്ചിങ് നൂലെടുക്കരുത്, അത് പൊട്ടിപ്പോവും. ഓക്കെ, അതിനല്ലേ കട്ട് ചെയ്ത് വരുന്നുള്ളൂ, അതുകൊണ്ട് പൊട്ടിപ്പോവും. അപ്പം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തല്ല, നമ്മൾ ഗമ്മ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് തന്നെ ബ്ലാക്ക് ബീഡിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ വൈറ്റ് ബ്ലാക്ക്, വൈറ്റ്, അല്ലാതെ ഇതിൽ മെറ്റാലിക് ബീഡൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. 10 മിനിറ്റ് മതി ഇത് ശരിക്കും ഇതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഗമ്മ് തേച്ചിട്ട് ഒരു അരമണിക്കൂർ കുറച്ച് ടൈം നമ്മൾ ഫ്രീ ആകാൻ വെച്ചാൽ മതി കേട്ടോ. അതായത് നൂലിൽ ഗമ്മ് തേച്ചിട്ട്. ഇത് നമുക്ക് 2 ലെയറിൽ വേണമെങ്കിൽ ചെയ്യാം. 2 ലെയറിലാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് പണി വരും. പണി എന്ന് പറഞ്ഞാൽ ഇതൊരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യണത് 5-10 മിനിറ്റ് കൊണ്ട് ചെയ്യണത് അതൊരു അരമണിക്കൂറൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇതേ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് നെക്കിൽ മാത്രം, ഫ്രണ്ട് പോർഷനിൽ മാത്രമായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. നെക്ലേസ് പോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കിൽ നമ്മൾ ജംറിങ്സ് തന്നെ ഇപ്പോഴത്തെ തന്നെ ജംറിങ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ബാക്ക് ചെയിനോ അല്ലെങ്കിൽ ബാക്ക് ത്രെഡൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നെ ഈ ഓണത്തിന് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക്, ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് വൈറ്റ് എടുത്തു എന്നുള്ളൂ, നിങ്ങൾക്ക് ഏത് കുന്തൻ സ്റ്റോൺ എടുക്കുകയാണെങ്കിൽ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ എടുക്കാം. ഇപ്പോൾ റെഡ് ആൻഡ് ഗ്രീന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഞാൻ പറഞ്ഞു, ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു, ഇതിൻ്റെ തന്നെ റെഡ് ആൻഡ് വൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി എന്താ പറയുക, വേറെ നമ്മൾ കുന്തൻ സ്റ്റോൺ തന്നെ ഈ 3 ഹോൾ കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് തന്നെ വേറെ മോഡൽ ചെയ്യാം കേട്ടോ. അതൊക്കെ നമുക്ക് ഒന്നാമത് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാൻ പറ്റും, എല്ലാവർക്കും ഉണ്ടാവും വീട്ടിലെ ജോലികൾ. അതിൻ്റെ ഇടയിൽ ഓർഡർ എടുക്കലും വീഡിയോ എടുക്കലും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കേക്ക് ഓർഡർ ഉണ്ടെങ്കിൽ അതും അത് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവലുള്ളൂ. എന്നാലും നമ്മൾ മിസ് ചെയ്യല്ല. കാരണം എനിക്ക് എന്നിപ്പോൾ ഈ കച്ചവടം ഉണ്ടാകണമെന്നില്ല. എനിക്ക് സ്റ്റാർട്ടിങ് തുടങ്ങിയത് ഞാൻ കേക്കിലാണ്. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണം എനിക്ക്. പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സൊന്നും ഞാൻ എടുക്കില്ല. കേക്കിൻ്റെ ആണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ വിളിച്ചിട്ട് വൈകുന്നേരത്തിന് വേണം പറഞ്ഞൊന്നുമില്ല. അപ്പോൾ 2 ദിവസം മുന്നേ പറയുന്ന ഓർഡേഴ്സൊക്കെ ഞാൻ എടുക്കലുണ്ട്. കാരണം അവർക്ക് അത് എൻ്റെ സ്ഥിരം വാങ്ങുന്ന കസ്റ്റമേഴ്സ്, കാരണം വർഷത്തിലൊരിക്കലെങ്കിലും അവർ വാങ്ങുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ വാങ്ങുന്നവരാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും എടുക്കും. അവർക്കറിയാം എൻ്റെ തിരക്കുകളൊക്കെ. അപ്പോൾ അവർ 2 ദിവസം മുന്നേ വിളിച്ച് പറയും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സൊന്നും എടുക്കില്ല. അപ്പോൾ അതും ഞാൻ ചെയ്യുന്നുണ്ട്, എല്ലാം മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് സ്റ്റിച്ചിങ് ഉണ്ടാകലുണ്ട്. ഞാൻ സ്റ്റിച്ചിങ് ചെയ്യും ചുരിദാറൊക്കെ, പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലില്ല. എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ വേണ്ടി വന്നാൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതിൽ ഇത് വന്നിട്ടില്ല എന്നുള്ളൂ. ഇപ്പോൾ അല്ലാതെ തന്നെ തിരക്കുകളുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാ നമ്മളിവിടെ ജംറിങ്സിൻ്റെ അവിടെ നല്ലോണം കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ബാക്കി ബാലൻസ് വരുന്ന നൂലിൻ്റെ നമുക്ക് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കയറ്റിയിട്ട് പിന്നെയും കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് 2-3-4 പ്രാവശ്യം കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. കാരണം നൂലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇത് കെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. പുറത്തോട്ട് കാണാത്ത രീതിയിൽ വേണം കെട്ടിടാൻ ശ്രദ്ധിക്കാണ്ട്. കാരണം ഗമ്മ് വെച്ചിട്ട് തേച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം ചെയ്താൽ പിന്നെ അതിൽ സ്റ്റിക്കായി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് കെട്ടിട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാനേ വേണം കേട്ടോ. ഇതുപോലെ നല്ലോണം കെട്ടിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ 2 ഹോൾസിൻ്റെ, അതായത് 2 ബീഡ്സ് ഒരു കുന്തൻ സ്റ്റോണിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് വീണ്ടും ഞാൻ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്, 2 കെട്ടിലൂടെ. എന്നിട്ടാണ് നമ്മൾ ബാലൻസ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മൾ. ഇതിന് ഞാൻ കമ്മലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ വേറെ സന്തോഷ വാർത്ത എന്താ വെച്ചാൽ,
ചില ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷേ അവർക്കിത് യൂസ് ആക്കാനോ അല്ലെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നുന്നു. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു നല്ല അവസരമുണ്ട്, അല്ലെങ്കിൽ ഇത് റീസെൽ ചെയ്യാനൊക്കെ ആൾക്കാർക്ക്. കാരണം ഞാൻ വീഡിയോ ഒക്കെ കാണിച്ചു തന്നിട്ടുള്ള മെറ്റീരിയൽസൊക്കെ നമ്മൾ സെയിലാക്കുന്നുണ്ട്. ഈ ഒരു അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോൾ ഞാൻ വില ഇട്ടിട്ട് അതിൻ്റെ പറയും. കാരണം വീഡിയോയിൽ ഞാൻ വില പറയില്ല, ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾ മാലയുടെ പ്രൈസ് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ എന്താ പറയുക, ഇതിൽ ചാനൽ അപ്ഡേഷൻ ചെയ്യലാണ്. കാരണം ചില ആൾക്കാർ റീസെൽ ചെയ്യുന്നതായിരിക്കും, ചില ആൾക്കാർക്ക് പുറത്താണ് ആരെങ്കിലും ചോദിച്ചാൽ, അപ്പോൾ അത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അവർ വീഡിയോ കാണും, അപ്പോൾ അങ്ങനെ കണ്ടാൽ അവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നും. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യില്ല. റേറ്റിൻ്റെ വീഡിയോ എന്തൊക്കെ കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു 4 പീസ്, അതായത് 4 സെറ്റ് എടുത്താൽ നമുക്ക് ഷിപ്പിംഗ് ഇല്ലാതെ തന്നെ നമ്മൾ കൊടുക്കും. അപ്പോൾ അതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്, 1 by 1 ആയിട്ട് ഞാൻ പറയാം. അങ്ങനെ ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. പിന്നെ പോരാത്തതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നുള്ളൂ. കാരണം നമ്മൾ ഈ ഓണത്തിൻ്റെ മുന്നേ തന്നെ നമ്മളത് ചെയ്ത് കൊടുക്കും. ഈ മാസം അവസാനം ആകുമ്പോഴത്തേന് അത് ഞാൻ ആ വീഡിയോയിൽ പറയും, ഏതെങ്കിലും ഒരു വീഡിയോയിലായിട്ടൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പണിയുണ്ട്, ഹെയർ ബ്രോച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെയിലാക്കേണ്ട. അപ്പോൾ ചിലത് ഞാൻ ഉപയോഗിച്ചതാണ്, അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ച് ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ എനിക്കായിട്ട് ഉണ്ടാക്കി വെച്ചെന്ന് കരുതുന്നുണ്ട്. ഞാൻ ചില വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്കിന് വേണമെന്നില്ല, പക്ഷേ ഞാനിത് എവിടെയും അങ്ങനെ ഒന്നും പുറത്ത് പോകാത്തതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ അല്ലേ അതിന് ചിലപ്പോൾ ഇടില്ല. അപ്പോൾ ചിലപ്പോൾ ഇടും, എനിക്കൊരു തോന്നുന്നതാണ്. അധികം എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയാണ് ഞാൻ ഇടാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഞാൻ ഒരു ഇടലിട്ടുകൊണ്ട് പിന്നെ അത് അവിടെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് വേണ്ട, വെറുതെ അവിടെ കിടക്കില്ലെന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ യൂസ് ആക്കിയ സാധനം നമ്മൾ വേറെ ആൾക്ക് കൊടുക്കാൻ പാടില്ലല്ലോ, അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഗതികേടല്ലേ, അപ്പോൾ അത് ഞാൻ കരുതി ഇത് യൂസ് ആക്കാത്തത് അങ്ങനെ കൊടുക്കാൻ കരുതി. ആ ബ്ലാക്ക് ഇപ്പോൾ ഇതിൽ കാണിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ലേ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിച്ചിരുന്നത് മേക്ക് ചെയ്യുന്നത്, അതെനിക്ക് വേണം, ഇത് ഞാൻ സെയിലാക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, അല്ല ഇതിവിടെ തൊട്ടടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാമെന്ന് കരുതി. ഞാൻ കുറച്ച് ഐറ്റംസുകളൊക്കെ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതും ഏതൊക്കെ സെറ്റാണ് ഞാൻ സെയിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ പറയും കേട്ടോ. ഈ വീഡിയോയുടെ ബാക്കിൽ തന്നെയല്ല, ഏതെങ്കിലുമൊക്കെ വീഡിയോയിലായിട്ട് നമ്മൾ പറയും. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും മാത്രം ഞാൻ പറയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റായിട്ട് പറയുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു വീട്ടിൽ നിന്നുകൊണ്ട് വരുമാനം ആഗ്രഹിക്കുന്നവരാണ്, ഈ ഓണ സീസണാണ് വരുന്നത്, വേഗം തന്നെ നിങ്ങൾക്കും തുടങ്ങാം. കാരണം ഒറ്റ ബോക്സ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ 3 മാല ഉണ്ടാക്കിയത്. നമ്മൾ ജോക്കർ ടൈപ്പ് ആദ്യം ഉണ്ടാക്കി, അപ്പോൾ ഒരൊറ്റ ബോക്സ് മതി. അതുപോലെ തന്നെ ഓരോ സ്ട്രിങ്ങാണിത്, ഓരോ സ്ട്രിങ് മുഴുവൻ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നല്ലൊരു വരുമാനമാണ്. അപ്പം മറ്റൊരു വീഡിയോ ഉടൻ വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ.